നമസ്കാരം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകളോടെ നിങ്ങളുടെ ഇടയിലേക്ക് ഇതാ ഞാൻ. നമ്മുടെ 2024 ഡിസംബറിൻ്റെ അവസാന ദിവസമാണെന്ന്. ഇന്ന് ഡിസംബർ 31. ഈ ഒരു ദിവസം കഴിഞ്ഞാൽ 2025 എന്ന പുതുവർഷത്തിൽ ജനുവരി 1 സ്വാഗതം ചെയ്യുവാൻ നാം എല്ലാം ഒരുങ്ങുകയാണ്. നമുക്കറിയാം, പുതുവത്സര ആഘോഷം എന്ന് പറയുമ്പോൾ അത് യൂത്തിൻ്റെ ഇടയിൽ, യുവാക്കൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് പല നിറങ്ങളിലാണ്. അപ്പോൾ നിറങ്ങളുടെ ആഘോഷമായിട്ട് പുതുവത്സര പിറവിയെ നാം വരവേൽക്കുമ്പോൾ നാം വളരെ ചിന്തയോടുകൂടി, വളരെ സീരിയസ് ആയിട്ട് തന്നെ നാം ഓരോന്നിനെയും സമീപിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ജീവിതമാവണം ലഹരി. ഇന്നത്തെ യുവാക്കൾ ലഹരിയുടെ ലോകത്ത് സഞ്ചരിക്കുവാൻ താല്പര്യം കൂടുതൽ കാണിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ലഹരിയാവേണ്ടത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആ ഒരു മാസ്മരിക ലോകത്തിൽ, ആ ഒരു ലഹരിയിൽ മതിമറന്ന് ആറാടുന്ന യുവസമൂഹത്തെയാണ് നാം ഇന്ന് കണ്ടുപോരുന്നത്. അപ്പോൾ ഈ യുവസമൂഹത്തിനോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ ജീവിതത്തെ തട്ടിക്കളിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ലഹരിയായിട്ട് എടുക്കേണ്ടത്. മറിച്ച് സന്തോഷവും ആഹ്ലാദവും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അതിന് നിങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ലഹരിയെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത്. ആ ലഹരി നിങ്ങളിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരെ നിങ്ങൾ ഒഴിവാക്കണം. ലഹരിയുമായി നിങ്ങളെ കൂട്ടുകൂടാനായിട്ട് സമീപിക്കുന്നവരോട് നോ പറയുവാനായിട്ട് നിങ്ങൾ ശീലിക്കണം. അങ്ങനെ ഇന്നത്തെ കൗമാര പ്രായത്തിലേക്ക് എത്തുന്ന കുട്ടികൾ പോലും, എന്തിനു 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്കിടയിൽ പോലും ഇതൊന്ന് തൊട്ട് രുചിച്ചു നോക്കുവാൻ, ലഹരി എന്താണ് എന്ന് അതിൻ്റെ രുചി അറിയുവാനായിട്ട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു യുവ സമൂഹമാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരിയാവണം ജീവിതം. ജീവിതത്തെ ഒരിക്കലും മറ്റൊരു ലഹരിയിലേക്ക്, വഴിവിട്ട ലഹരിയിലേക്ക്, മദ്യത്തിൻ്റെ വഴിയിലേക്ക്, മയക്കുമരുന്നിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് ജീവൻ നൽകി നിങ്ങളെ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം അത് നിർവഹിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾ ഉയരണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് വിരലിലെണ്ണാവുന്ന ഏറ്റവും നല്ല കൂട്ടുകാരെ തന്നെയായിരിക്കണം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ കൂടുന്ന സുഹൃത്ത് നിങ്ങൾക്ക് കണ്ണാടിയായി നിങ്ങളുടെ മുന്നിൽ ഒപ്പമുണ്ടാവണം. നിങ്ങളുടെ വഴിയിൽ മാർഗദർശിയായി മാറ്റണം. അപ്പോൾ മറ്റൊന്നേക്കാൾ ഉപരി നിങ്ങൾക്കൊരു കാരണവശാലും വേണ്ടാത്ത വഴിയിലേക്കെന്ന രീതിയിൽ, ലഹരിയുടെ വഴിയിലേക്ക്, മദ്യത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ച് നിങ്ങളോടൊപ്പം കൂടുമ്പോൾ നിങ്ങളവിടെ എനിക്കിത് താല്പര്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുവാനാണ്, അവിടെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതുവരെ എനിക്ക് അതിലേക്ക് തന്നെ നേരായ വഴിയിൽ സഞ്ചരിക്കുവാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ വേണ്ടാത്ത കൂട്ടുകാരെ ഉപേക്ഷിക്കുവാനും അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്ര മുന്നോട്ട് കൊണ്ടുപോയി ദിശാബോധത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുവാനുമാണ് തുനിയേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യബോധം, അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു ലക്ഷ്യബോധം, കരിയറിൽ ഏറ്റവും ബിൽഡപ്പ് ചെയ്യുവാൻ പറ്റിയ ഒരു ഇയറാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നം, ഇതെല്ലാം നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം, തൊഴിൽ മേഖലകൾ, ഇവിടെയൊക്കെ നമുക്ക് നന്നായി മുന്നേറേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് ദിശാബോധമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അതവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. വെറും പക്വതയില്ലാത്ത പ്രായത്തിൽ ആരെങ്കിലും തോണ്ടി വിളിക്കുമ്പോഴേക്ക് അവരുടെ കൂടെ ചങ്ങാത്തം കൂടി 17ഉം 18ഉം വയസ്സും തികയുന്നതിന് മുമ്പേ കയ്യിൽ മൊബൈലെത്തും. ഈ മൊബൈൽ ഫോണിലൂടെ ചങ്ങാത്തം കൂടുന്ന ഈ യുവസമൂഹം, അപ്പോൾ അതിൽ പെൺകുട്ടികൾ അതിനകത്തേക്ക് എത്തപ്പെട്ടാലേ അവരുടെ ജീവിതത്തിൻ്റെ പാത ഏത് തരത്തിലാണെന്ന്, കൂടെ കൂടുന്നവൻ്റെ എന്താ പറയുക, ബേസിക്കായിട്ടുള്ള സാഹചര്യം എന്തെന്നോ ആ വീടിൻ്റെ ചുറ്റുപാടുകളൊന്നും മനസ്സിലാക്കാതെ ചില പെൺകുട്ടികൾ, ചില ആണുങ്ങൾ തോണ്ടി വിളിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് അവൻ്റെ പുറകെ ചെല്ലാനായിട്ട്. അങ്ങനെ പുറകെ പോകുന്ന പെൺകുട്ടികൾ പ്രണയിച്ചിരിക്കുന്ന സമയം അവർ വിചാരിക്കും അതിമനോഹരമായ കാലഘട്ടമാണെന്ന്. എന്നാൽ ഈ പ്രണയം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് അടുത്തു വരുമ്പോഴേക്കും
താൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചിരുന്നത്. പ്രണയിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന സ്നേഹവും ഇഷ്ടവും എല്ലാം ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും അതെവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ. ഇതായിരുന്നോ താൻ ആഗ്രഹിച്ച ജീവിതം എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് നിങ്ങളെ മാടി വിളിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ച് മാത്രം നിങ്ങൾ അവൻ്റെ പുറകെ പോകുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ, പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന കഥകൾ ഓരോന്നും നാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രണയം മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ സൗഹൃദങ്ങളുടെ നന്മയും ചീത്തയും, സൗഹൃദമാകാം, പക്ഷേ അതൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് പക്വതയാർന്ന പ്രായത്തിൽ എത്തുമ്പോൾ മാത്രമേ സ്റ്റേണായിട്ടുള്ളൊരു തീരുമാനമെടുക്കാവൂ. അല്ലാതെ 17, 18, 19 വയസ്സിലൊക്കെ ഓരോരുത്തൻ്റെ പുറകെ ചെന്ന് പ്രണയം കൂടി എന്നിട്ട് പിന്നെ ആ ഒരു സൗഹൃദ വലയത്തിൽ തന്നെ ഇങ്ങനെ ജീവിതം ആജീവനാന്തം വർഷങ്ങളോളം പിന്നെ അതിൻ്റെ പുറകെ കൂടി അതിലുണ്ടാകുന്ന നന്മ എന്തെന്നോ അതിലേക്ക് വന്ന് ഭവിച്ചാൽ ആ ഭാവി ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള മറ്റും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരിക്കലും പെൺകുട്ടികൾ ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടരുത് എന്നതാണ് ഈ പുതുവർഷത്തിലെ പെൺകുട്ടികളോടായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് പുതുവർഷം ആഗ്രഹ നിറവേറ്റം നടത്തുന്നതിനുള്ള ഒരു പുതിയ വർഷമായിട്ട് ഇവർക്കും മാറട്ടെ. തൊഴിൽ തേടുന്നവർക്ക് അവരുടെ കരിയർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന്, കലാപ്രവർത്തനത്തിൽ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് സ്വായത്തമാക്കുന്നതിന്, ഗ്രാമീണ മേഖലയുടെ കാർഷിക രംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നുള്ള പ്രവർത്തനവുമായി കർഷക വിഭാഗം മുന്നേറട്ടെ. നമ്മുടെ സമൂഹത്തിന് വേണ്ടത്ര തോതിലുള്ള ഭക്ഷ്യ വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാവർക്കും കൂടുതൽ നന്മയും സ്നേഹവും അതേപോലെ തന്നെ മനുഷ്യത്വം എന്ന ഗുണം നശിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും വിദ്യ നേടുന്നതിലൂടെ പ്രബുദ്ധരാകണം. എന്നാൽ ആ വിദ്യ എന്നതൊരിക്കലും മറ്റുള്ളവനെ തരം താഴ്ത്തുവാനോ ഒന്നും ആവരുത്. അതായത് വിദ്യ എന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ നാം പ്രവർത്തിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ സംഘടന കൊണ്ട് ശക്തരാകുക. വിദ്യാഭ്യാസം എന്നത് അവനവൻ്റെ മനസ്സിനെ സംസ്കരിക്കുന്നതിനും മനസ്സിനെ കൂടുതൽ നന്മയിലേക്ക് ഉള്ള പാതയിലേക്ക് മാറ്റുന്നതിനും നല്ലൊരു മനുഷ്യനായി മാറ്റുന്നതിനും വേണ്ടിയുള്ളതാവണം. വെറുമൊരു ജോലിക്ക് വേണ്ടി മാത്രമുള്ളതല്ല വിദ്യാഭ്യാസം എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാവ് എ വണ്ടർഫുൾ ഇയർ ഓഫ് 2025 നിങ്ങൾക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും, പ്രിയ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചത്, എല്ലാവർക്കും ഇത് സമർപ്പിക്കുകയാണ്. ഓക്കേ, താങ്ക് യു.